വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ്ങിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തും. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് ഇന്നും നാളെയും തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. നാളെ നടക്കുന്ന ചടങ്ങിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വിട്ടുനിൽക്കും. അതേസമയം തുറമുഖം നിർമ്മാണവുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങൾ ഈ ഘട്ടത്തിലും ആളിക്കത്തുകയാണ്. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ്ങിന് ഒരുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തും. എപ്പോഴാണ് അദ്ദേഹം എത്തുക തുടങ്ങിയ കാര്യത്തിൽ വ്യക്തതയുണ്ടോ? അതോടൊപ്പം തന്നെ വൻ സുരക്ഷ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. വൃന്ദ, തീർച്ചയായിട്ടും ഇന്നും പ്രധാനമന്ത്രി വൈകിട്ട് 4 മണി കഴിയുന്നതോടെ തന്നെ തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും ഇന്ന് പ്രധാനമന്ത്രി എത്തിയതിനു ശേഷം രാജ്ഭവനിലാണ് തങ്ങുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം നാളെ രാവിലെ തുറമുഖത്തിലേക്ക് ഹെലികോപ്റ്ററിലാണ് യാത്ര ചെയ്യുന്നത്. സൈനിക ഹെലികോപ്റ്ററിൽ അദ്ദേഹം തുറമുഖത്തിലേക്ക് എത്തും. ഏതായാലും അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ യാത്രയുമായി കണക്കുകൂട്ടി വലിയ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. തലസ്ഥാനത്ത് തന്നെ പലയിടങ്ങളിലും ഗതാഗത നിയന്ത്രണമുണ്ട്. ഇന്ന് ഉച്ച മുതൽ വൈകിട്ട് രാത്രി വരെയാണ് ഇന്ന് ഗതാഗത നിയന്ത്രണമുള്ളത്. ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 10 വരെ ഗതാഗത നിയന്ത്രണമുണ്ട്. അതോടൊപ്പം തന്നെ നാളെ രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 വരെയും ഗതാഗത നിയന്ത്രണം പല മേഖലകളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പ്രധാനമന്ത്രിയുടെ സുരക്ഷയെ ഓർത്ത് തന്നെയാണ്. അതേസമയം തന്നെ വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ് ചെയ്യുന്നത് നാളെ രാവിലെ 11 മണിയോടെയാണ്. 11 മണിക്കുള്ള ഈ അതീവ സുരക്ഷയോടെ നടക്കുന്ന ചടങ്ങിൽ നിരവധി ആളുകൾ, 10,000-ത്തിലധികം ആളുകൾ പങ്കെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും പ്രധാനപ്പെട്ട വ്യക്തികളെ എല്ലാം നേരത്തെ തന്നെ ക്ഷണിച്ചിരുന്നു. ഈ ക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതായത് ഈ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാൻ വൈകിയത് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതിനെ സംസ്ഥാന സർക്കാരിന്റെ നിലവിലെ അവസ്ഥയല്ല, അത് കേന്ദ്ര സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്വമാണ് എന്ന് സംസ്ഥാനം പറയുന്നുണ്ട്. അതേസമയം തന്നെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ, അതായത് ഈ തുറമുഖം യഥാർത്ഥത്തിൽ കൊണ്ടുവന്നത് സംസ്ഥാന സർക്കാരാണ്, പഴയ സർക്കാരാണ് എന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ, ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്നുള്ള അവകാശവാദങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. അതേസമയം ഈ വിഴിഞ്ഞം തുറമുഖത്തിനെ ഇത്രത്തോളം വലിയ രീതിയിലേക്ക് വളർത്തിയെടുത്തത് സംസ്ഥാന സർക്കാർ, LDF സർക്കാരാണ് എന്ന് തന്നെയാണ് പ്രധാനമായും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ഇതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ പോലും സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ, അതായത് 2ാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഈ ഘട്ടത്തിൽ അത് ജനങ്ങൾക്കായി അവതരിപ്പിക്കുന്നു എന്നുള്ള കാര്യമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. അപ്പോൾ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ചർച്ചകളും അതോടൊപ്പം തന്നെ വിവാദങ്ങളെല്ലാം നിലനിൽക്കുന്ന സമയത്താണ് പ്രധാനമന്ത്രി നാളെ രാവിലെ 11 മണിയോടെ തന്നെ ഇത് കമ്മീഷനിങ് ചെയ്യുന്നത്. ഏതായാലും ഔദ്യോഗികമായി കമ്മീഷനിങ് ചെയ്യുന്നവർ തന്നെ ലോകഭൂപടത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു തുറമുഖമായി വിഴിഞ്ഞം തുറമുഖം മാറും. അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര ലൊക്കേഷൻ കോഡ് ലഭിച്ചിരിക്കുന്നത് INTRV 01 എന്നുള്ള നിലയിലേക്കാണ്. ഈ പല കപ്പലുകളും ഈ തുറമുഖത്തിലേക്ക് എത്തും. ട്രയൽ റൺ തന്നെ കഴിഞ്ഞ 2024 ജൂലൈ മുതൽ ആരംഭിച്ചിരുന്നു. അതിനുശേഷം ഏകദേശം 246-ലധികം കപ്പലുകളാണ് തലസ്ഥാനത്തെ ഈ വിഴിഞ്ഞം തുറമുഖത്തിലേക്ക് എത്തിയിട്ടുള്ളത്. കൂടാതെ 5 ലക്ഷം TEU ചരക്ക് കൈമാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 243 കോടി രൂപയുടെ വരുമാനം ഏകദേശം ലഭിച്ചു എന്നുള്ള കണക്കുകളാണ് ഇപ്പോൾ വരുന്നത്. ഏതായാലും തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാരിന് വലിയ നേട്ടം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് സർക്കാരിനുള്ളത്. ഏതായാലും കൂടുതൽ വിഹിതം സംസ്ഥാന സർക്കാർ നൽകിയെന്നുള്ള അവകാശവാദം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ തന്നെ സംസ്ഥാനത്തിന്റെ ഒരു മുഖച്ഛായ തന്നെ മാറ്റുന്ന രീതിയിലുള്ള ഒരു വലിയ വളർച്ച തന്നെയാണ് വിഴിഞ്ഞം തുറമുഖം. പ്രധാനമന്ത്രി നാളെ രാവിലെ 11 മണി കഴിയുന്നതോടെ തന്നെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. അതോടൊപ്പം തന്നെ വിഴിഞ്ഞം പോർട്ട് കമ്മീഷനിങ് ആയി കഴിയുകയാണ്. അതിനുശേഷം നിരവധി കപ്പലുകൾ ഇവിടേക്ക് എത്തുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ തന്നെ കൂടുതൽ കപ്പലുകൾ എത്തും. MNCയുടെ ഒരു കപ്പൽ നാളെ ഉണ്ടാകും. ഏതായാലും ഈ കൂറ്റൻ കപ്പൽ സെലസ്റ്റീനോ മരസ്ക എന്ന കപ്പലാണ് വിഴിഞ്ഞത്ത് നാളെ എത്തുന്നത്. ഈ കമ്മീഷനിങ്ങിന്റെ ഭാഗമായി ഈ ഒരു കപ്പൽ കൂടി എത്തുന്നുണ്ട്. വലിയ മദർഷിപ്പുകൾക്ക് വരാൻ പറ്റുന്ന ഒരു തുറമുഖമായതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിനും അതോടൊപ്പം തന്നെ രാജ്യത്തിനും വലിയ നേട്ടങ്ങൾ നേടിക്കൊടുക്കാനായി ഇനി സാധിക്കും എന്നുള്ള പ്രതീക്ഷയോടെ തന്നെയാണ് ഈ കമ്മീഷനിങ് നടക്കുന്നത്. നാളെ കമ്മീഷനിങ് രാവിലെ 11 മണിയോടെ തന്നെ പ്രധാനമന്ത്രി നിർവഹിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശരി, വ്യക്തമാണ് വിഷ്ണു.